ഹലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇന്ന്. ഇപ്പം ഭരണഘടന സത്യത്തിൻ്റെയും സമാധാനത്തെയും പ്രതിദാനം ചെയ്യുന്ന ദേശീയപതാകയിൽ നിറമേത്? വെള്ള. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഏതൊരു ഭേദഗതി അനുസരിച്ചാണ് സ്വത്തവകാശം അവകാശങ്ങളുടെ കൂട്ടത്തിൽ നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി, 44th അമെൻമെൻറ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റ്. ആംഗ്ലോ ഇന്ത്യൻ തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 336. Through 42nd Amendment of Act 1976, 5 subjects were transferred from state to concurrent list. They are education and forest. 1976 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? 6 തരത്തിലുള്ള. താഴെ പറഞ്ഞ ഏത് അവകാശമാണ് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വിദേശ പൗരനില്ലാത്തത്? വോട്ട് ചെയ്യൽ. സിന്ധി ഭാഷ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി? 21ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. സംസ്ഥാന രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 356. SSC എൻസിക്കും പ്രത്യേക കമ്മീഷൻ നൽകുന്ന ഭരണഘടനാ ഭേദഗതി? 89ാം ഭേദഗതി, 89th. പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 105, പാർലമെന്ററി കമ്മിറ്റികൾ. ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെ വകുപ്പുകൾ പ്രതിപാദിച്ചിരിക്കുന്നതും പൗരത്വത്തെക്കുറിച്ച്. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 356. ലോക്പാൽ എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ്? സംസ്കൃതം. എന്ത് അധികാരത്തോടെ എന്ന അർത്ഥത്തിൽ വരുന്ന റിട്ട് ഏത്? കോവാറൻഡോ. ദേശീയപതാകയുടെ മധ്യഭാഗത്തിൽ അരക്കാലുകളുടെ എണ്ണം എത്ര? 24. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോർട്ട്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം? ഗോവ. വിവരാവകാശ അപേക്ഷ തീർപ്പേൽപ്പിക്കേണ്ട സമയപരിധി എത്ര? 30 days. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 243A. പാർലമെന്ററി കമ്മിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 105. നഗരപാലിക സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സവർണാനുകൂല്യം ലഭിക്കാനിടയായ ഭരണഘടനാ ഭേദഗതി ഏത്? 74ാം ഭേദഗതി. ഏത് ആർട്ടിക്കിളാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവും വേർതിരിഞ്ഞ് നിൽക്കണമെന്ന് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 50. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 61. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം? 5. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം? 2005. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ? 5 മുതൽ 11 വരെ. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 356. പാർലമെന്ററി കമ്മിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ? 105. ഇന്ത്യയിൽ എത്ര തവണ അടിയന്തര പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ. 36ാം ഭേദഗതിയിലൂടെ ഇന്ത്യ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനം? സിക്കിം. 1962, പിന്നെ 9 വർഷം കഴിഞ്ഞ് 71, പിന്നെ 4 വർഷം കഴിഞ്ഞ് 75 എന്നീ വർഷങ്ങളിലാണ് 3 അടിയന്തരാവസ്ഥ. അശോക് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ച പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോർട്ട്. ഇന്ത്യൻ ഭരണഘടന പ്രധാന ഉള്ളടക്കങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935.
It was adopted by the Constituent Assembly of India on 26 November 1949, Indian Constitution ആണ്, and became effective on 26 January 1950 Republic Day. The Constitution replaced the Government of India Act 1935 as the country's fundamental governing document, and the Dominion of India became the Republic of India. Not so important. ഇന്ത്യൻ ഭരണഘടന ഫ്രാൻസിൽ കടമ്പെടുത്തിരിക്കുന്ന ആശയം എന്താണ്? റിപ്പബ്ലിക്. രാജ്യസഭയിൽ ഓരോ സംസ്ഥാനത്തെ പറ്റിയുള്ള പ്രാതിനിധ്യത്തെപ്പറ്റി ഇന്ത്യൻ ഭരണഘടന ഏത് പട്ടികയിലാണ് പരാമർശിച്ചിരിക്കുന്നത്? 4. രാജ്യസഭയിൽ ഈച്ച് സ്റ്റേറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ പവർ that was mentioned in 4th schedule. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നും. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസ്സാക്കിയത് 2005. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള 1989 നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? 1990 ജനുവരി 31. പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉപയോഗിച്ച് 2 പ്രത്യേക കമ്മീഷനാക്കിയ ഭേദഗതി? 89 ഭേദഗതി. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 1. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 61. കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 22. സോ കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവ ആർട്ടിക്കിൾ 22 സംരക്ഷണം നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 19. ഫണ്ടമെന്റൽ ഫ്രീഡംസ്. അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദ് ചെയ്യാൻ പാടില്ലാത്ത ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 2021. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG 148. പാർലമെന്റിൽ കോറത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 100. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസ്സാക്കിയ വർഷം? 2005. ഇന്ത്യ ഗവൺമെൻറ് പൗരത്വ നിയമം പാസ്സാക്കിയ വർഷം? 1955. ആർട്ടിക്കിൾ 360 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എക്കണോമിക് എമർജൻസി. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നടപടികളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 61. കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവയിലുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 22. രാജ്യസഭയിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള പ്രാതിനിധ്യത്തെപ്പറ്റി ഇന്ത്യൻ ഭരണഘടന ഏത് പട്ടികയിലാണ് പരാമർശിക്കുന്നത്? 4. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യമേത്? റഷ്യ. രാജ്യസഭയിൽ ഓരോ സംസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യത്തെപ്പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് പരാമർശിക്കുന്നത്? 4. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? There shall be a Prime Minister, Article 75. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമവാഴ്ച കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നുമാണ്? ബ്രിട്ടൻ. സംസ്ഥാന പുനഃസംഘടന നിയമം പാർലമെന്റ് പാസ്സാക്കിയത്? 1956. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 1. കരുതൽ തടങ്കൽ, കരുതൽ അറസ്റ്റ് എന്നിവയിൽ സംരക്ഷണം ഉറപ്പുവരുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 22. അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എമർജൻസി. ഭാഗം 18. പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ആശയം കടപ്പെടുത്തിയിരിക്കുന്ന രാജ്യം ഏത്? റഷ്യ. നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? USA. ഭരണഘടന കരട് നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്ര? ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 7 members. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി നൽകി ജനങ്ങളുടെ ക്ഷേമം വളർത്തുകയെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ഭാഗം? മാർഗനിർദ്ദേശക തത്വങ്ങൾ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? 2005 ഒക്ടോബർ 12. ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങൾ കൂട്ടമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 1. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്?
Impeachment of President. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്ക. ആംഗ്ലോ ഇന്ത്യൻസിന് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 337. ഇപ്പോൾ ജോലി നൽകുന്നത് 336. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 21. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 326. താഴെ പറയുന്ന പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്ന വ്യക്തി ആര്? എൻ മാധവറാവു. 7 പേരുണ്ടായിരുന്നു. അതിൽ മെയിൻ ആള് അംബേദ്കർ. ആർട്ടിക്കിൾ 352. ദേശീയ അടിയന്തരാവസ്ഥ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജീവനക്കാരുടെയും അഴിമതി തടയുന്നതിന് വേണ്ടി നിയമിതമായ പ്രസ്ഥാനമാണ് ലോകായുക്ത. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസ്. ഇന്ത്യയുടെ പുതിയ ഫ്ലാഗ് കോഡ് 2002 ജനുവരി 26-നാണ് നിലവിൽ വന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സൈസ് ഓഫ് നാഷണൽ ഫ്ലാഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ല, ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമീകരണം നടത്തിയ ആർട്ടിക്കിൾ. Article 17. Article 17 of the Constitution abolishes the practice of untouchability. The practice of untouchability is an offence, and anyone doing so is punishable by law. The Untouchable Offences Act 1955, renamed as to Protection of Civil Rights Act in 1976, provide penalty for preventing a person from entering a place of worship or from taking water from a tank or well kind of cases. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം ഏതാണ്? മൗലിക കടമകൾ. ആംഗ്ലോ ഇന്ത്യൻസിന് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. വിദ്യാഭ്യാസ ധനസഹായം. ആർട്ടിക്കിൾ 300. എത്രതരം ഭരണഘടനാ ഭേദഗതികളാണ് ഭരണഘടനയെ പ്രതിപാദിക്കുന്നത്? 3 തരം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആര്? കേന്ദ്ര ക്യാബിനറ്റ് നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി. ആർട്ടിക്കിൾ 340 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? OBC. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. ഭരണഘടന അനുസരിക്കുക എന്നത് ഭരണഘടനയുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മൗലിക ധർമ്മങ്ങൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ടു റെസ്പെക്ട് അവർ ഫ്ലാഗ്. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നുമാണ്? സൗത്ത് ആഫ്രിക്ക. ഭരണഘടനാ നിർമ്മാണ സമിതി മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9. The assembly consisted of 389 members representing Provincia 292, states 93, the chief commissioner provinces 3 Balochistan from 1. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം
1975. സോ ഇനി ഇന്ത്യ 3 എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് കരുതുന്നത് 1975 മുതൽ 77 വരെ നീണ്ടിരുന്ന 21 മാസം നീണ്ടിരുന്ന എമർജൻസിയാണ് പ്രധാനമായിട്ടും കരുതുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ അമ്മേ മീത്രി. ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാന ആദിവാസി മേഖലകളുടെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 6. As per Article 244 and 6th Schedule, these areas are called tribal areas, which are technically different from the scheduled areas under the 5th Schedule. So, tribal areas is different from scheduled areas. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്ത അവകാശം ഏത്? ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്ത അവകാശം ഏത്? സ്വത്തവകാശം. ആംഗ്ലോ ഇന്ത്യൻസിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 337. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? USA. നിലവിൽ എത്ര പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്? 12. ഭരണഘടനയിലെ ഏറ്റവും വിപുലമായ ഭേദഗതി ഏത്? 42. സോ ഇറ്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ 395 വകുപ്പുകളും 8 പട്ടികകളും മാത്രമായിരുന്നത് ഇപ്പം 444 വകുപ്പുകളും 12 പട്ടികകളും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 8-12 ഷെഡ്യൂൾ പട്ടിക 395 ആർട്ടിക്കിൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 99-ാം ഭേദഗതി. അത് ക്യാൻസലാക്കി. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11. വിവരാവകാശ നിയമപ്രകാരം വിവരം അറിയുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ഫീസ് എത്രയാണ്? 5 രൂപ, 20 രൂപ, 10 രൂപ. 10 രൂപ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണ വിഷയം വിദ്യാഭ്യാസം. So, talking about a citizen who decides to seek some information from a public authority is required to send along with the application of a demand draft or bankers check or an Indian postal order of Rs 10 rupees payable to the accounts officer of the public authority as fee prescribed for seeking information. ഓക്കെ, അതാണ് നമ്മൾ വിവരാവകാശം. 10 രൂപ അടച്ച് സ്റ്റാമ്പോ എന്തെന്ന് വെച്ചാൽ അയക്കണം. ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഒറിജിനൽ ഇപ്പോൾ 52 ഐറ്റംസ് ഉണ്ട്. ദ ലാസ്റ്റ് ഐറ്റം നമ്പർ 47. 47 ലാസ്റ്റ് ഐറ്റം നമ്പർ ചെയ്തിരിക്കുന്നത്. Given on the 7th schedule of the Constitution of India. So these are 42-ാം ഭരണഘടന ഭേദഗതികാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റൊക്കെ മാറ്റിയ സാധനങ്ങളാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഫോറസ്റ്റ്, വനം, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അളവ് തൂക്കങ്ങൾ, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് കാരണമായ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. താഴെ പറയുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വനിത ആര്? ഇവരെല്ലാവരും ദുർഗാഭായ് ദേശ്മുഖ്, സരോജിനി നായിഡു, രാജ്കുമാരി അമർ കൗർ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ സംസ്കൃത്. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ബ്രിട്ടൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഡിസംബർ 9 തിരഞ്ഞെടുക്കപ്പെട്ടു.
He was replaced by Dr. Rajendra Prasad in the election 11. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. ഭരണഘടന അനുസരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് ഉൾപ്പെടുന്നു? മൗലിക ധർമ്മങ്ങൾ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 79. 79 is talking about Article 17 in Constitution of Parliament. There shall be a Parliament for the Union which shall consist of the President and two houses to be known respectively as the Council of States and the House of the People. Council of States is Rajya Sabha and House of the People are we know Lok Sabha ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നത് 2005. സെൻസസ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11. പാർലമെൻറ്റ് സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 108. So talking about that, speaker is speaker is consists the leader during the joint sitting of parliament or the chairman during the joint sitting of parliament, and if the absence of him, a deputy speaker take the place, and if he is also absent, then deputy chairman of the Rajya Sabha, okay, have the authority to control the joint sitting of parliament. There are 3 times the joint sitting of parliament occurred. 10th ഷെഡ്യൂൾ ഭരണഘടന കൂട്ടിച്ചേർത്ത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഡിഫ്ലക്ഷൻ, ആൻറ്റി ഡിഫ്ലക്ഷൻ. 52ാം ഭേദഗതി 1985. ഡിഫ്ലക്ഷൻ അല്ല ഡിഫെക്ഷൻ. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കുന്ന അർത്ഥം വരുന്ന റൈറ്റ് ഹബിയസ് കോർപ്പസ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 November 26. ഭരണഘടന ഏത് ആർട്ടിക്കിളിലാണ് പദവികൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 18. Abolition titles. Article 18 of the Constitution provides the state from the conferring any titles. Citizen of India cannot accept titles from a foreign state. The British government had created an aristocratic class known as Rai Bahadurs and Cotton Bahadurs in India. These titles were also abolished. However, military and academic distinctions can be conferred on the citizens of India. I don't know. I can't understand what kind of titles is. Raja what the titles are. Article 124 is all about Supreme Court. Central Government Act Article 124, the Constitution of 1914 established Supreme Court. എത്ര സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം? 3. ഗവർണറുടെ മാപ്പധികാരത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 161. പാർഡനിങ് പവർ ഓഫ് ഗവർണർ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പദവികൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 18. ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 79. ഏത് രാജ്യത്തു നിന്നാണ് അവശിഷ്ട അധികാരം കടമെടുത്തിരിക്കുന്നത്? Residual powers are taken from Canada. ഇന്ത്യൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975 to 77. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്.
ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പദവികൾ നിർത്തലാക്കലിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 18. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368 ഭാഗം 18. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് 42ാം ഭേദഗതി പാസ്സാക്കിയത്? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 79. ഏത് ആർട്ടിക്കിളിലാണ് ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 44. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്ത ചിത്രകാരൻ നന്ദലാൽ ബോസ്. It is to on the implementation of a uniform civil code in Article 44 of the Direct Principle of the Constitution, saying the states shall endeavor to secure for citizens a uniform civil code throughout the territory of India. The original Constitution of India, adopted on 26 January 1950, was not a painted document. It was entirely handcrafted by the artist Shantiniketan under the guidance of Acharya Nandlal Bose, with the calligraph text done by Prem Bihari Narayan Raisada. സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നതെന്ന്? 2005. The Protection of Women from Domestic Violence Act 2005 is an act of the Parliament of India enacted to protect women from domestic violence. It was brought into force by the Indian government from 26 October 2006. The act provides for first time in Indian law of definition a definition of domestic violence for the first time, with this definition being broad and including not only physical violence but also other forms of violence such as emotional, verbal, sexual and economic abuse. It is a civil law meant primarily for protection orders and not meant to be enforced criminally. Okay. The Protection of Women from Domestic Violence Act of 2005. 2006 ഒക്ടോബർ 26-നാണ് അത് നിലവിൽ വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച വ്യക്തിയാര്? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നതെന്ന്? 1955. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 2013 സെപ്റ്റംബർ 12. National Food Security Act 2013 is an act of the Parliament of India which aims to provide subsidized food grains to approximately 2/3 of India, 1.2 billion people. It was signed into law on 12 September 2013, retroactive to 5 July 2013. ഇപ്പോൾ നിയമപരമായി നിലവിൽ വന്നത് സെപ്റ്റംബർ 12 2013 ആണെങ്കിലും ബില്ല് നിലവിൽ വന്നത് അതിനു മുമ്പേ ജൂലൈ 5 മുതലേ അതൊരു ആക്റ്റീവ് ആയിരുന്നത്. മുൻകാല പ്രാബല്യത്തിൽ വന്നു, റിട്രോ ആക്റ്റീവ്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം ക്യാബിനറ്റ് സിസ്റ്റം. രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആ ധർമ്മം നിർവഹിക്കുന്നതാര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഏത് ആർട്ടിക്കിളിലാണ് ഏകീകൃത സിവിൽ കോഡ്? 44. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നത്? 2006 ഒക്ടോബർ 26. താഴെ പറയുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ആശയം ഏതാണ്? ദിസ്വത്യവാദം ബൈ കാർമലിസം. എനിക്കറിയാം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് എത്ര ദിവസത്തിനകം മറുപടി കിട്ടണം? 30 ദിവസം. In case the application is submitted to the assistant PAO, Public Information Officer assistant, then 5 additional days are allowed. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1962 തോന്നുന്നു.
1961 ഡോറി പ്രൊവിഷൻ ആക്ട് മെയ് 1, 1961. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരുന്ന ഭാഷകൾ എത്രയാണ്? 22. ക്ലാസിക്കൽ ലാംഗ്വേജസ് ആർ കന്നഡ, മലയാളം, ഒഡിയ, സംസ്കൃത്, തമിഴ് ആൻഡ് തെലുഗു. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്വോ വാറന്റോ അല്ല മാൻഡമസ്. ഓക്കെ 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 സോറി, ഇറ്റ്സ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു, വി കമാൻഡ്. സ്ത്രീധന നിരോധന നിയമം 1961. ഡോറി പ്രൊവിഷൻ ആക്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിന് വേണ്ടിയുള്ള ഗാർഹിക പീഡന നിയമം 2006. സംസ്ഥാന നിയമസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 333. ഇപ്പം ആംഗ്ലോ ഇന്ത്യൻ സംസ്ഥാനം 333. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന അധികാരത്തിൽ ഏത് ആർട്ടിക്കിളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 123. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 2013 സെപ്റ്റംബർ 12. Article 123 of the Constitution of India, which allows ordinance, was originally intended to allow the government to pass critical laws when the parliament was not in session or to deal with extraordinary, unforeseen, or emergency circumstances. The promulgation of an ordinance was to be ratified by the president. അപ്പോൾ it was done by president, that's all. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ധനകാര്യ ബില്ലുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ്? മണി ബിൽ ഓഫ് ഷിറ്റ്, ആർട്ടിക്കിൾ 110. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. ഏത് ആർട്ടിക്കിളാണ് ഏകീകൃത സിവിൽ കോഡ്? 44. രാജ്യസഭയിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ? ഷെഡ്യൂൾ 4. ഹിന്ദു മാരേജ് ആക്ട് 1955 കൃഷിയെയും മൃഗപരിപാലനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 48. സ്ത്രീധന നിരോധന നിയമം 1961. ഇന്ത്യയിൽ ലോക്പാൽ നിയമം നിലവിൽ വന്നത്? 2014 ജനുവരി 16. The Lokpal and Loyakta Act 2013, commonly known as the Lokpal Act, is an anti-corruption act of India Parliament in which India seeks to provide for the establishment of the institution of Lokpal to inquire into allegations of corruption against certain important public functionaries, including the Prime Minister, cabinet ministers, members of Parliament, group officials of the central government, and for matters connecting them. Oh my God. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 395 389. ഇറ്റ് വാസ് റെഡ്യൂസ്ഡ് ടു 299. 90 പേര് വിട്ടുപോയി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഗാർഹിക പീഡന നിയമം 2006 ഒക്ടോബർ 26. ആഗസ്റ്റ് 26. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാൻഡമസ്. നാം കൽപ്പിക്കുന്നു. It was in October 26, dude. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന്? 2013 സെപ്റ്റംബർ 12. ധനകാര്യ ബില്ലുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ്? 110. സ്ത്രീധന നിരോധന നിയമം 1961. ഇന്ത്യയിൽ ലോക്പാൽ നിയമം നിലവിൽ വന്നതെന്ന്? 2014 ജനുവരി 16. മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം? ഭാഗം 9A. 74th Amendment Act of 1992.
പാർട്ട് 9 ഇൻട്രൊഡ്യൂസ്ഡ്. മുനിസിപ്പാലിറ്റി. ഹിന്ദു മാരേജ് ആക്ട് 1961. 1955 ചുമതല നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം മാൻഡമസ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. നിലവിൽ നടപ്പിലാക്കിയതല്ലേ, ചുമ്മാ വേണ്ടത്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? മൊറാർജി ദേശായി. ഹനുമാൻ തയ്യ became first administrative reform committee was established on 1966 January 5. ആദ്യമേ മൊറാർജി ദേശായി പിന്നെ കെ ഹനുമാൻ തയ്യ became chairman and when ദേശായി became deputy prime minister of India. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ആവിഷ്കരിച്ച ഭരണഘടനാ പരിഷ്കാരം. മിന്റോ മോർലി ഓഫ് 909. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് 1955. കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളാണുള്ളത്? 52. ഒറിജിനലി 47. ഹിന്ദു മാരേജ് ആക്ട് 1955. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മിറ്റിയുടെ അധ്യക്ഷൻ മൊറാർജി ദേശായി. 1966 ജനുവരി 5. ധനകാര്യ ബില്ലുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 110. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 6. ഇന്ത്യയിൽ ലോക്പാൽ നിയമം നിലവിൽ വന്നത് 14 ജനുവരി 16. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം മിന്റോ മോർലി റിഫോംസ് 1909. നിർദ്ദേശകത്വങ്ങൾ അയർലൻഡ്. ഇന്ത്യയിലെ എല്ലാ കോടതികളും സുപ്രീം കോടതിയുടെ കീഴിലാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ. Article 141 stipulates that the decision of the Supreme Court would be binding upon other courts in India, meaning that while the case decided by SSC will attain finality and would be treated as binding for future decisions. ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ ഒറീസ എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റിയ ഭേദഗതി. 96 ഭേദഗതി. 96 റീസ. പൗരാവകാശ നിയമം നിലവിൽ വന്നത് 1955. ഭരണഘടനയിലെ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക. സംസ്ഥാനങ്ങളെയും പട്ടിക 1. Article 1 says that India is a union of states elaborated under parts 5 Union and part 6 the state. അപ്പോൾ 5 അത് യൂണിയനും 6 എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ. പൗരത്വം. ഇന്ത്യയിലെ എല്ലാ കോടതികളും സുപ്രീം കോടതിയുടെ കീഴിലാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 141. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം. 3. ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി സൂചിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 343. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ഇന്ത്യൻ ഗവൺമെൻറ് പൗരത്വ നിയമം പാസ്സാക്കിയ വർഷം 1955. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്ന് വിശേഷിക്കപ്പെടുന്നത്? പ്രധാനമന്ത്രി. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? മൊറാർജി ദേശായി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29.
Article 29 of the Constitution India is the word minorities in its marginal heading but speaks of any section of citizens having distinct language and script and culture. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിച്ച ഭരണഘടനാ പരിഷ്കാരം. മിൻഡോ മോർലി. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയ വർഷം. റൈറ്റ് ടു വിദ്യാഭ്യാസ അവകാശ നിയമം 2010. The Right of Children to Free and Compulsory Education Act or Right to Education RT is Parliament enacted on August 4, 2009. 2009 ഓഗസ്റ്റ് 4 ഇനാക്ട് ചെയ്തെങ്കിലും 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾ അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ നൽകണം. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അപ്പോൾ 2009 ഓഗസ്റ്റ് 4 ഇനാക്ട് ചെയ്യുകയും 2010 ഏപ്രിൽ 1 നിലവിൽ വരികയും ചെയ്തു. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. ഭരണഘടനയുടെ 1-ാം പട്ടിക ഒറീസ് എന്നതിന് പകരം ഒഡീഷ എന്നാക്കി മാറ്റിയ ഭേദഗതി 96-ാം ഭേദഗതി. തൊട്ടുകൂടായ്മ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘം എന്ന സംഘടന നടത്തിയ പ്രവർത്തനത്തോടെ ഇന്ത്യയിലുണ്ടായ നിയമം വിവരാവകാശ നിയമം. 2005 ജൂൺ 15 നിയമം പാസ്സാക്കിയത് പാർലമെൻറ്റ്. പക്ഷെ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇന്ത്യയിലെ എല്ലാ കോടതികളും സുപ്രീം കോടതിയുടെ കീഴിലാണ് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 141. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 40. ഭരണഘടന ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് ബാലവേല. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സായ വർഷം 2013 സെപ്റ്റംബർ 12. ഏകപൗരത്വം എന്ന ആശയം ബ്രിട്ടൻ. പാർലമെൻ്ററി ജനാധിപത്യം, പാർലമെൻ്ററി ഡെമോക്രസി, ഏകപൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സിസ്റ്റം, റിട്ടുകൾ, എലക്ഷൻ, സ്പീക്കർ, കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, രാഷ്ട്രത്തലവൻ്റെ നാമമാത്രമായ അധികാരം കടം കൊണ്ടിരിക്കുന്ന ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം രാജ്യത്തിൻ്റെ ഭരണഘടന എന്നാണ് സ്വീകരിച്ചത് ഫ്രാൻസ്. സമുദ്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 14. 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. മണിബിൽ 110. മൗലിക കടമകൾ 11. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ 32. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം അടിയന്തരാവസ്ഥ കാലത്ത് ഏത് അവകാശമാണ് തടയാനാവാത്തത്?
വ്യക്തി സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ഒന്നാം പട്ടിക ഒറീസ എന്ന് മാറ്റിയത് ഒഡീഷ ആക്കിയത് 96-ാം ഭേദഗതി. വിദ്യാഭ്യാസ അവകാശ നിയമം RT ആക്ട് 2010 ഏപ്രിൽ 1 നിലവിൽ വന്നു. 2009 ആഗസ്റ്റ് 4 അത് പാർലമെൻറ്റ് പാസ്സാക്കിയത്. മാധ്യമ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19. യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ 7th ഷെഡ്യൂൾ. യൂണിയൻ ലിസ്റ്റ് 100 വിഷയങ്ങളുണ്ട്. തുടക്കത്തിൽ 97, ഇപ്പോൾ 100. പൗരത്വം, റെയിൽവേ, പ്രതിരോധം, വിദേശകാര്യം, രാജ്യകാര്യം, കറൻസി, പോസ്റ്റ് ഓഫീസ്, ടെലിഗ്രാഫ് തുടങ്ങിയവയാണ് പ്രധാന വിഷയങ്ങൾ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി അംബേദ്കർ. ജോലിസ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2013 ഫെബ്രുവരി 23. 2013 ഫെബ്രുവരി 23 രാജ്യസഭ പാസ്സാക്കിയ നിയമം ഏപ്രിൽ 23 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2013 രാജ്യസഭ പാസ്സാക്കിയത് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. രാഷ്ട്രപതി ഒപ്പുവെക്കുക അത് ഏപ്രിൽ 23, 2013. അത് നിലവിൽ നിയമം വരുമ്പോൾ ഡിസംബർ 9 ആയി 2013. വെരി ഇമ്പോർട്ടൻറ്റ്. 2013 ഡിസംബർ 9 നിയമം നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ 1 ആഗസ്റ്റ് 4 പാസ്സാക്കി. 2009 സ്ത്രീധന നിരോധന നിയമം 1961. യൂണിയൻ ലിസ്റ്റിനെ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ 7th. 100 വിഷയം. തുടക്കത്തിൽ 97. ഇന്ത്യൻ ഭരണഘടന ആമുഖം നെഹ്റു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 54. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല? 24 നിരോധനം. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 54, 55 എന്നിവ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിശദീകരിക്കുന്നു. പാർലമെൻറ്റിലെ ഇരുസഭകളിലെ അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും അടങ്ങുന്ന ഇലക്ടറൽ കോളേജ് രഹസ്യ ബാലറ്റിലൂടെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. വിവരാവകാശ നിയമം 2005 ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കി. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28 മനുഷ്യാവകാശ നിയമം ആവിഷ്കരിച്ചു. ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് നെഹ്റു. താഴെ കൊടുത്തവരിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി? BR അംബേദ്കർ, ഗോപാലസ്വാമി അയ്യർ, മുൻഷി ഇവരെല്ലാം ഉണ്ടായിരുന്നു. MN റോയ് ഇല്ലായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്? ഹേബിയസ് കോർപ്പസ്. കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, BR അംബേദ്കർ, മുഹമ്മദ് സാദുല്ല, BL മിത്തർ, സർദാർ വല്ലഭായ് പട്ടേൽ, KM മുൻഷി, DP ഖൈത്താൻ. ഇപ്പോൾ ആരൊക്കെയാണ്? കൃഷ്ണസ്വാമി. ഇവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്. ഒന്നാമത്തെ വ്യക്തിയായിട്ട് BR അംബേദ്കറെ കൂട്ടാം. പിന്നെ കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, അയ്യർ കഴിഞ്ഞിട്ട് അയ്യങ്കാർ, മുഹമ്മദ് സാദുല്ല, BL മിത്തർ, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടായിരുന്നു. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. KM മുൻഷി ആൻഡ് DP ഖൈത്താൻ. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ട്? ഹേബിയസ് കോർപ്പസ്. ജോലിസ്ഥലത്തെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക പീഡന നിയമം നിലവിൽ വന്നത് 2013 ഫെബ്രുവരി 23. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പാക്കുന്ന മൗലിക അവകാശങ്ങൾ 6. അപ്പം 2013 ഡിസംബർ 9 മുതലാണ് സ്ത്രീകൾക്കെതിരെയുള്ള ജോലിസ്ഥലത്തെ ആക്രമണത്തിനെതിരെയുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങൾ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993.
സെപ്റ്റംബർ 28 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതി ഏത് രാജ്യത്തു നിന്നാണ് എടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 14. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം? ദക്ഷിണാഫ്രിക്ക. താഴെ കൊടുത്തവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയത്? സ്വീഡൻ. 1766 നമ്മുടെ ദേശീയഗാനം ആലപിക്കുന്നുള്ള സമയം 52 സെക്കൻഡ്. യൂണിയൻ ലിസ്റ്റിനെ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ? 7th ഷെഡ്യൂൾ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ? 47 ഓഗസ്റ്റ് 13. പൗരന്റെ ചുമതല ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 51A. (2002) ആർട്ടിക്കിൾ 51A(k) ആഡ് ചെയ്തത്. അത് നമുക്കറിയാം. നമുക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് അത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. ദ കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം 2013 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ? അമേരിക്കൻ ഐക്യനാടുകൾ. സുരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം? മൗലിക കടമകൾ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് 32ാം ആർട്ടിക്കിൾ? Which one of the following is not a fundamental right in the Constitution? Right to work. The original Constitution of 1950 envisaged a Supreme Court with a Chief Justice and 7 other judges, total of 8. As the work of the court increased, the arrears of cases began to accumulate. Parliament increased the number of judges several times since 1950. What is the total number of judges in Supreme Court? 34. From 8 to 34. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993 സെപ്റ്റംബർ 28 നിയമം ആവിഷ്കരിച്ചു. 1993 ഒക്ടോബർ 12 കമ്മീഷൻ നിലവിൽ വന്നു. ഒക്ടോബർ 12 സെപ്റ്റംബർ 28 14 ദിവസം. Which one is not a fundamental right of in the Constitution of India? Right to property. വിവരാവകാശ നിയമപ്രകാരം 2005 വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷ ഫീസായി നൽകേണ്ട തുക എത്ര? 10 രൂപ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം? 3. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? 24. ലോക ബാലവേല ദിനം ജൂൺ 12. ഗുഡ് വേവ് അല്ലെങ്കിൽ റഗ്മാർക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക. സോ വേൾഡ് ബാലവേല ദിനം ജൂൺ 12. 6 times 2 12. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഉള്ളത്? 11.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ്? അമേരിക്ക. ഐഡൻറ്റിഫൈ ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫൈനാൻഷ്യൽ എമർജൻസി. ആർട്ടിക്കിൾ 360. പോക്സോ 2012. Which of the following ideals to the direct principles state policy in the constitution and India strive to uphold? Social democracy. Economic democracy. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 50 January 26. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ 324. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അംബേദ്കർ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകന് അപേക്ഷ ഫീസായി നൽകേണ്ട തുക 10 രൂപ. ലോക്പാലിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയല്ല. ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയായ ലോക്പാൽ 2014 ജനുവരി 16 നിലവിൽ വരുന്നത്. എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിൻ്റെ പരിധി വരും. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളാണുള്ളത്? 12. ഭക്ഷ്യസുരക്ഷാ നിയമം 2013. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പുനൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത്? സ്വത്ത്. Which of the following ideas to the direct principles state policy in the constitution India strive to uphold? Economic democracy. സാമ്പത്തിക ജനാധിപത്യം. ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പുനൽകുന്ന മൗലിക അവകാശങ്ങൾ 6. വിവരാവകാശ നിയമപ്രകാരം 2005 വിവരം ലഭിക്കുന്ന അപേക്ഷ ഫീസായി നൽകേണ്ടത് 10 രൂപ. Where was the Universal Declaration of Human Rights adopted? പാരീസ്. 1947 ഡിസംബർ 10 നടന്നത്. The Universal Declaration of Human Rights (UDHR) is a historic document that was adopted by the United Nations General Assembly at its 183rd session in 10 December. 153 സെഷൻ കൂടി ആ സമയത്തുള്ള 1948. as a resolution 270 resolution. പ്രമേയം 217 Palais de Chaillot in Paris, France, of the then 58 members of the United Nations. 48 voted in favor, 1 none against, 8 abstained and 2 did not vote. അപ്പോൾ 58 മെമ്പേഴ്സിനകത്ത് 48 ഫേവേർഡ് വോട്ടും ആരും ഒപ്പോസും ചെയ്തില്ല, 8 പേര് മാറി നിന്നു, ആൻഡ് 2 did not vote anything, and maybe they don't present at that time. മൗലിക കർത്തവ്യങ്ങൾ 4A. ഭാഗം 4A. Who among the following was the chairman of Fundamental Rights Subcommittee at Constituent Assembly? ഫണ്ടമെന്റൽ മൗലിക അവകാശങ്ങൾ രാജേന്ദ്ര പ്രസാദ്. JB കൃപലാനി. മൗലിക ചുമതലകൾ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. ഇന്ത്യയിൽ മൗലികാവകാശങ്ങൾ എത്ര? 6. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അംബേദ്കർ. Which of the following ideals do the directive principles state policy in the constitution India strive to uphold? Economic democracy. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് സൈറ്റുകൾ സംവരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് 330 തോന്നുന്നു. ഓക്കെ, പട്ടികജാതി പട്ടികവർഗം 30 സീറ്റുകൾ. ഭരണഘടനമായ പരിഹാരം കാണുവാനുള്ള ഇന്ത്യൻ ഭരണഘടന ആത്മാവും ഹൃദയവും എന്ന് പറഞ്ഞത് അംബേദ്കർ. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26.
മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3. Which of the following exercised profound influence in framing the Indian Constitution? Government of India Act 1935. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് പറയപ്പെടുന്നു? നിർദ്ദേശതത്വങ്ങൾ 39A ആണോ DO എന്താണ്ട്? ഓക്കെ, 39 envisages equal payment for equal work by both women and men. ഏകീകൃത സിവിൽ കോഡ് 44. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് 1956 തോന്നുന്നു. 1978. Compensation would be paid to a person whose property has been taken for public purposes. Question relating to the right to property were changed a number of times. 44th Amendment of 1978. Okay, the 44th Amendment, I forgot that. കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് എടുത്തിരിക്കുന്നത്? കൺകറന്റ് ഓസ്ട്രേലിയ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി അംബേദ്കർ. Whom of the following is chairman of the Fundamental Rights Subcommittee? J.B. Kripalani. Constituent Assembly. Constituent Assembly Chairman Rajendra Prasad. Which of the following article empowers the President to appoint Prime Minister of India? Article 75. Who proposed the preamble before the drafting committee of Constitution? Nehru. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് വർഷം 1978 44ാം ഭരണഘടനാ ഭേദഗതി. A new provision, Article 300 provided instead for properties to become a legal right after it is taken away from fundamental rights. Which article of the Indian Constitution prohibits employment of children? 24. Okay. കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? ഓസ്ട്രേലിയ. ബാലവേല നിരോധിച്ചിട്ടുള്ളത് ഭരണഘടന ഏത് ആർട്ടിക്കിളാണ്? 24. തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടത് ബാങ്കിങ്. The service sector is the third of the three economic sectors of the three sector theory. The others are the secondary sector, approximately the same as manufacturing, and the primary sector, raw materials like agriculture, fishing, etc. The service sector consists of the production of services instead of end products. Services, also known as intangible goods, include attention, advice, access, experience, and effective labor. The production of information has long been regarded as a service, but some economists now attribute it to a fourth sector, the quaternary sector. The quaternary sector for first. Quaternary sector, not quaternary sector. Between anyway, it is a production of information. That's the fourth sector. Because it was scientific and all the theories. Who among the following was the chairman of Fundamental Rights Subcommittee of Constituent Assembly? J.B. Kripalani. Constitutional head of the Indian states, governor. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് ഏത് വർഷമാണ്? 1978 44ാം ഭരണഘടനാ ഭേദഗതി. The Government of India enacted the Environment Protection Act as under Article 253 of the Constitution in 1986. അപ്പോൾ ആർട്ടിക്കിൾ 253 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇന്ത്യൻ ഭരണഘടന 22 ഭാഷകൾ. കൺകറന്റ് ലിസ്റ്റ് ടേക്കൺ ഫ്രം ഓസ്ട്രേലിയ. Dash is popularly known as Minto-Morley reforms. Indian Council Act of 909. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രതിവിധി മാൻഡമസ്.
സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത് ഏത് വർഷം? 1978 44 ഭരണഘടനാ ഭേദഗതി. In which year the first Model Public Libraries Act in India was drafted? 1989. First Model Public Library Act. At the request of Indian Library Association, Delhi, Dr. Venkatapaya drafted the Model Public Libraries Act in 1989, keeping in view the developments and experiences. This Model Act was discussed in the National Seminar on Library Legislation held at New Delhi in 1990. So, Model Public Library Act of 1989. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകൾ. Which article of the Indian Constitution explains the manner of election of the Indian President? Article 54, 55 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 55 ആണ്. As per Article 344(1) and 351 of the Indian Constitution, the schedule includes recognition following 22 languages. ഇപ്പം ആർട്ടിക്കിൾ 344(1) പിന്നെ 351 ഭാഷകളെക്കുറിച്ചാണ്. ഒരു വ്യക്തിയോ സ്ഥാപനവും നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പ്രതിപതി മാൻഡമസ്. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി മുഹമ്മദ് സാദുല്ല അംഗമായിരുന്നു. കെ എം മുൻഷി, ഗോപാലസ്വാമി അയ്യർ ഇവയെല്ലാം മെമ്പറാണ്. ഗോപാൽ പ്രഭു. So the members are once more Munshi, Muhammad Sadullah, Alladi Krishnaswamy Iyer, and Gopalaswamy Iyengar, Keithan, Mittar. Concurrent list from Australia. As per Article 79 of Indian Constitution, Indian Parliament is the President, Lok Sabha and Rajya Sabha. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. The governor of the state shall be appointed by the president by warrant under his hand and seal. Article 155 states that a person to be eligible for appointment as governor should be a citizen of India, has a complete age of 35 years. Article 157. അപ്പോൾ ആർട്ടിക്കിൾ 155 പ്രസിഡന്റ് അപ്പോയിൻമെൻറ്റും ആർട്ടിക്കിൾ 157 he must be a citizen, his qualification being a citizen in India having an age of more than 35 or equal to 35. Which article of the Indian Constitution explains the manner of election of Indian President? 55. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഭേദഗതി. In which year was first Model Public Libraries Act of India 1989 was drafted? ഇന്ത്യൻ ഭരണഘടന 22 ഭാഷകൾ. 344(1) 351 ആർട്ടിക്കിൾ. മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തു മാറ്റിയ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44. Delivery of Books Act as enacted in 1954. An act provided for delivery of books to the National Library and other public libraries. Okay, that's a good initiative. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ 1954 ഡെലിവറി ഓഫ് ബുക്സ് ആക്ട്. ഒരു വ്യക്തിയോ സ്ഥാപനവും നിയമപരമായി നിർവഹിക്കുന്ന ഒരു കടമ നിർവഹിക്കുന്ന വീഴ്ച വരുത്തി നമുക്ക് മാൻഡമസ് റിട്ടിട്ട് പ്രവർത്തിക്കാം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഭരണഘടനയുടെ 19 അനുച്ഛേദം പരവശത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? 6. അഭിപ്രായം പ്രകടിപ്പിക്കുവാനും പ്രഭാഷണത്തിനുമുള്ള സ്വാതന്ത്ര്യം 19A. 19B. നിരായുധരായി സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം 19B. 19C. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവത്കരിക്കാനുള്ള സ്വാതന്ത്ര്യം 19D. ഇന്ത്യരാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം 19E. ഇന്ത്യയുടെ ഏത് ഭാഗത്തും താമസിക്കാനും നിലകൊള്ളാനുള്ള സ്വാതന്ത്ര്യം 19F. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ള സ്വന്തമായ വ്യവസായം കച്ചവടം തുടങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യം. സോ അഭിപ്രായ പ്രകടനം നടത്തി നിരായുധരായി സംഘടിച്ച് പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കി അത് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പുകഴ്ത്തിപ്പാടി അത് പലയിടത്തും താമസിച്ചു കൊണ്ട് വേണം ചെയ്തുകൊണ്ടിരിക്കാൻ. അതിൻ്റെ ഇടയിൽ അവിടെ തന്നെ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും സ്ഥാപിക്കാം.
ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അംബേദ്കർ. In which year first Model Public Libraries Act was drafted? 1989. Delivery of Books Act 1954. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി. Which article of the Indian Constitution explains the manner of election of Indian President? 55. ഇന്ത്യയിൽ ഇടക്കാല മന്ത്രിസഭ അധികാരത്തിൽ വന്നത് എപ്പോൾ? 1946 സെപ്റ്റംബർ 2. മൗലിക കടമകളിൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളുടെ ചുമതല കൂട്ടിച്ചേർത്ത ഭേദഗതി 86ാം ഭേദഗതി. നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിലാണ് എടുത്തത്? USA. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ട്. ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തായിരുന്നു? പഞ്ചാബ്. India had a planned holiday between 1966 to 69. Because of a miserable failure of third plan, which of the following is considered the soul of Indian Constitution? Preamble. How many languages are recognized by Indian Constitution? Is 22. So, Thakurdas Bhargava said the soul of Indian Constitution was preamble, but Ambedkar has another opinion, like Article 32. The Right to Information Act is applied to all states and union territories of India except. I don't think so. That was still. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് വല്ലഭായ് പട്ടേൽ. The provision regarding emergency are adopted from German Constitution or Weimar Constitution of Germany. ഇന്ത്യൻ ഭരണഘടന നിർദ്ദിഷ്ട തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായ ഭരണഘടന അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാവുന്നത്? 17. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കുവാനുള്ള അവകാശം. According to Bhagavati J, Article 21 embodies a constitutional value of Supreme Court importance in a democratic society. IRJ has characterized Article 21 as that procedural Magna Carta protective of life and liberty. Which article of Indian Constitution prohibits the discrimination on the ground of religion, caste, sex, or place of birth? Article 15. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? 42. Delivery of Books Act 1954. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 18 വയസ്സേ കുറച്ച ഭരണഘടനാ ഭേദഗതി? 61. Act of 1988. Amendment of. The fundamental rights of the Indian citizens are enshrined in Part 3. പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 51. Who is the chairman of the Rajya Sabha? The Vice President. Which of the following article of the Constitution deals with the fundamental duties of the citizens? Article 51A. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 93 ഒക്ടോബർ സെപ്റ്റംബർ 12 ഒക്ടോബർ 12 ആയിരുന്നു തോന്നുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് 1950 ജനുവരി 26. The authority to issue writs for the enforcement of fundamental rights rests with
the Supreme Court and High Court. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ആവശ്യങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്ന് കടമെടുത്തതാണ്? അമേരിക്കൻ, USA. ഭരണഘടന അനുസരിക്കുന്നത് നമ്മുടെ ഭരണഘടന ഏത് ഭാഗത്തിൽപ്പെടുന്നു? മൗലിക കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ 6. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വെടിവയ്ക്കാൻ പ്രകടിപ്പിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും നിർദ്ദേശതത്വങ്ങൾ. Which constitutional amendment made right to free and compulsory education as a fundamental right? 86th in 2002 inserted Article 21A. Name the act that governs the internet usage in India. Information Technology Act 2000. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോർട്ട്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വം. സർക്കാരിനെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമനായ വ്യക്തി CAG. ആർട്ടിക്കിൾ 148. താഴെ കൊടുത്തിരിക്കുന്ന മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് സ്വത്തിനുള്ള അവകാശം. ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റ് അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന. അയർലൻഡ്. The total number of Rajya Sabha members allotted to Uttar Pradesh. 31 Rajya Sabha members. Oh my God. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനം കുടുംബശ്രീ. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8. The 99th Amendment of Indian Constitution is related to the composition of the National Judicial Appointment Commission. മൗലിക അവകാശങ്ങളുടെ ശില്പി വല്ലഭായ് പട്ടേൽ. Which of the following is not a constitutional body? Planning Commission. It is a non-constitutional and non-statutory body. Formulate 5-year plans and economic developments in India. Who was considered an advocate of Indian nationalism? Rajaram Mohan Roy. Dadabhai Naoroji. For the purpose of census 2011, a person aged with understanding in any language is treated as literate. 7. 7 wise. Who is the ruler of an Indian state at the time of emergency under Article 356? Governor. The first law minister of the independent India is B.R. Ambedkar.
The aspect of fundamental duties of Indian Constitution is taken from Russia. No, Ravishankar Prasad. Ideals of justice, social economy and politics. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. Article 21A. The state in India were reorganized largely in linguistic basis in the year 1956. The capital of India was shifted from Calcutta to Delhi in 1911. Census in India is taken regularly once in every 10 years. Who was considered as the architect of Indian nationalism? Dadabhai Naoroji. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292. സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെൻറ്റേറ്റീവ് 292, 389 പേരുണ്ടായിരുന്നു ആദ്യമേ. And 93 are represented by princely states and 4 was from the Chief Commissioner provinces of Delhi, Ajmer, Merwara, Coorg and British Balochistan. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോർട്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി വല്ലഭായ് പട്ടേൽ. For the purpose of census 2011, a person aged with understanding in any language at the age of 7 is considered as literate. ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആയിരത്തി 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോട് പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം. നിവർത്തന പ്രക്ഷോഭം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഏത് രാജ്യമാണ് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. സ്ത്രീധന നിരോധന നിയമം 1961. വോട്ടിംഗ് പ്രായം 21 18 കുറച്ച് ഭേദഗതി 61. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ B.R. അംബേദ്കർ. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയ വർഷം 1949 നവംബർ 26. സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. Under Article 137 of the Constitution provides that the subject to provisions of any law and rule made under Article 145, the Supreme Court of India has the power to review any judgmental pronounced or by it. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ അധികാരം വെച്ച് 145 നിർമ്മിച്ച എന്ത് നിയമങ്ങളും പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 337 പ്രകാരം സുപ്രീം കോടതിന് തന്നെ എന്നാണ് പറയുന്നത്. 135 37 8ൻ്റെ വ്യത്യാസം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1944 സ്ഥാപിച്ച കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1949 നവംബർ 1950 ജനുവരി 26. For the purpose of census 2011, a person aged with understanding in any language is treated. So a person aged 7 is a literate guy. If he can or she can speak or she can read or he can read. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് മൈനോറിറ്റി എന്ന പദം കാണാൻ കഴിയുന്നത്? ആർട്ടിക്കിൾ 29. എത്രാമത്തെ ഭേദഗതിയിലാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടന കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതി. Who was the considered as the architect of Indian nationalism? Dadabhai Naoroji.
The feature power of judicial review is borrowed from which of the following country? USA. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പാസാക്കിയ വർഷം 1949 നവംബർ 26. Right to education is in the article mentioned in Article 21A. The right guaranteed under Article 32 can be suspended with the proclamation of emergencies in operation. By which amendment the right to property was removed from the list of fundamental rights? 1978, Article 44. Who presided over the inaugural meeting of Constituent Assembly? സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. If any legislation or executive order is ultra-vires to the fundamental rights, then the apex court could annul them. This is called judicial review and it draws powers from Article 13 and Article 32 of the Constitution. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിയമങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങളെ ലംഘിക്കുകയോ ഹനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോർട്ടിന് അത് തടയാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾസാണ് ആർട്ടിക്കിൾ 13 and 32. They have the power that can drain from this article. Article 14 guarantees equality before the law and equal protection of law to all persons domiciled in India. All persons living within the territory of India. The doctrine of double jeopardy in the Article 22 means punishment once over cannot be enhanced to once tried to punish more than once for the same offense. Double jeopardy. No one can be tried and punished more than once. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അപ്പോൾ ആർട്ടിക്കിൾ 20 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ 5. Habeas, everybody knows that. Right to education was inserted in the Part 3 of Constitution of the body in 86th Amendment of 2002. The power of President to issue an ordinance is a constituent power. Legislative നിയമനിർമ്മാണ അധികാരമല്ലേ. Representation of House of People is based on population. The Article 155 to 156 of the Indian Constitution deals